ഹായ് ജാക്കി. ഞാൻ പഠിച്ചു കേൾക്കണോ? ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കണിനോറ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടെ നോക്ക്. ഓ ഓ വൗ. ഷെർലോക്ക് രാജകുമാരി ഒരു തവണ മാറിയവൾ നീയല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇപ്പൊ പോയിട്ട് വരാം. അതെ, ഞങ്ങൾ പോയിട്ട് വരാം. ആയിക്കോട്ടെ, നിന്നെ വീണ്ടും കണ്ടോ. നീ വേഗം പോയി ഒളിക്ക്. ഞാൻ അടയ്ക്കുന്നത് കണ്ടുകൂടെ? ഈ മന്ത്രം പ്രവർത്തിക്കുന്നില്ല. ഇതിനാണ് നിന്നോട് നേരത്തെ മന്ത്രം പഠിക്കാൻ പറഞ്ഞത്. മന്ത്രം പ്രവർത്തിക്കുന്ന പോലെ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ ഈ പ്ലെയിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നേ. ഈ ചവറ് വാങ്ങിക്കാനാണോ നിങ്ങൾ വന്നത്? അത് നീ തന്നെ നിന്റെ കൈ കൊണ്ട് പുറത്തു കൊണ്ടുപോയിട്ടേക്ക്. ബൈ ബൈ. അത് ജാക്കിയാണ്. പാരച്ചൂട്ടില്ലാതെയാണ് താഴോട്ട് കുതിച്ചതെന്ന് തോന്നുന്നു. ഭീമ, ജാക്കിയെ പിടിക്കടാ. സൂക്ഷിച്ചു പോയിട്ട് വാ. ഞാൻ ഇരിക്കുന്നവരേക്കും ജാക്കിക്ക് ഒരു ആപത്തും പറ്റില്ല. ഹായ് ജാക്കി. ജൂലി, നീയോ? എപ്പോഴും ചാടുമ്പോ പാരഷൂട്ട് ഇടാതെ ചാടരുത്. ശരിയായിട്ട് പിടിച്ചു ഭീമ. നീ വേഗം വാ, നമുക്ക് ജോലിയുണ്ട്. പ്രേതം. ഭീമ, ദുസ്വപ്നമായിരുന്നു. സ്വപ്നം ഞാൻ പറയാം. അണകൊണ്ട പാമ്പ് വന്നോ? എന്റെ ദൈവമേ. ജൂലി, നിന്റെ അടുത്ത് ഞാൻ ക്യാപ്റ്റൻ ബ്ലാക്കിന്റെ അടുത്തിരിക്കാനല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ക്യാപ്റ്റൻ ബ്ലാക്ക് ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വന്നത്. എന്റെ സ്വപ്നത്തിൽ മുഖം മൂടി പ്രേതം വന്നു. മുഖംമൂടിയോ? ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അമ്മ മുഖം മൂടി പ്രേതങ്ങളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അവരൊക്കെ വളരെ വൃത്തികെട്ട രാക്ഷസന്മാരായിരുന്നു അത്രേ. മര്യാദയ്ക്ക് നടക്കാത്ത കുട്ടികളെ അവര് ഉപദ്രവിക്കും അത്രേ. പറഞ്ഞാ കേൾക്കാത്ത കുട്ടികളെ അതെന്താ ചെയ്യുന്നെന്ന് അറിയാമോ? ആ പ്രേതം അത് വിഴുങ്ങിക്കളയുമെന്ന്. അപ്പൊ ഇതൊക്കെ ജാപ്പനീസിന്റെ മുഖംമൂടി പ്രേതങ്ങളാണോ? ഇതൊക്കെ കള്ളക്കഥകളാ. അതൊന്നും വിചാരിച്ച് മനസ്സിനെ വിഷമിപ്പിക്കണ്ട. സത്യമാണോ? അതേടാ ഭീമ, ഷാരൂഖ് കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ ചൈനക്കാരാണ്. സിന്നു ഒരു ചൈനക്കാരനാണ്, ആ മായാവി ഒരു ചൈനക്കാരനാണ്. ആദ്യം നീ അത് മനസ്സിലാക്കാതാ നിനക്ക് നല്ലത്. ഡാർക്കന്റെ പ്ലെയിൻ ഹോങ്കോങ്ങിൽ ഇറങ്ങിയതായിട്ട് റഡാർ കാണിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ, ഹോങ്കോങ് അതും ചൈനയിലുള്ള സ്ഥലമാണ്. ഷിൻഡോയുടെ മാളികയാണോ അത്? അത്ഭുതകരമായ വസ്തുക്കൾ ഷിൻഡു ശേഖരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. ആ മുഖം മൂടിയും എന്തോ ഒന്ന് അന്വേഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു വഴിയുണ്ട്. നിങ്ങൾ അകത്തേക്ക് പോയിക്കോ, ഞാൻ വെളിയിൽ കാവലിരിക്കാം. പേടിക്കണ്ട ഭീമ, ഞങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പം ഇല്ലേ? എന്റെ അമ്മ പറഞ്ഞതുപോലെ ഇതൊക്കെ കള്ളക്കഥകളായിരിക്കും. എത്തിക്കഴിഞ്ഞു.